നമസ്കാരം. വരുന്നേട്ടാ നിക്സൺ. ചേട്ടിപ്പോ ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു എൻഡ് എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുനമ്പത്തെ ജനങ്ങൾക്ക് ഇനി കരമടക്കാമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പാണ്. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പള്ളിപ്പുറം, പ്രത്യേകിച്ച് മുനമ്പം. അപ്പോൾ ഇവിടെ ഇത്തവണ BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയണെങ്കിൽ വേളാങ്കണ്ണി ഒരു നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ കരവണക്കാനുള്ള അവസരം ഈ ക്രിസ്മസിന് മുമ്പെങ്കിലും കിട്ടിയതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുകൂടാണ്ട് ഈ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഈ നിയമമാണ് നമുക്ക് ഇന്ന് ഹൈക്കോർട്ട് ഇങ്ങനെ ഒരു വിധി പറയാനുള്ള ഒരു കനിവുണ്ടായത്. ഈ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിക്കും ഈ അമിത്ഷായ്ക്കും എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. ഇപ്പോൾ ഈ ഭൂരിപക്ഷം ക്രൈസ്തവ വിഭാഗം തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മുനമ്പത്തെ 1-ാം വാർഡ്, അല്ലെങ്കിൽ ഈ ഒരു സമരം നടക്കുന്ന വഖഫ് ബോർഡ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ഈ ഒരു ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ. BJPയുടെ ഒരു വിജയം ഇത്തവണ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും എന്ന് വെച്ചാൽ BJPയുടെ വിജയം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുള്ളൂ. ഇവിടെ മാത്രമല്ല, എവിടെയും BJP ജയിച്ചാൽ മാത്രമേ നമുക്ക് ആ പരിഹാരം കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന രണ്ട് പാർട്ടികളും, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഇപ്പോഴും ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ അവർ എഴുതി വിട്ടേക്കണമെന്ന കാര്യം തന്നെ ഇപ്പൊ ഈ കുറച്ചു നേരത്തെ തന്നെ ഫിലിപ്പ് പറയുകയുണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും അവർ പറയുന്ന ഈ ഭൂമി വക്കഫാണെന്ന് പറഞ്ഞു. വക്കഫ് ഭൂമിക്ക് കരമടക്കുന്നതാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ അവരുടെ മനസ്സിലിരിപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഒരു കാരണവശാലും ഈ ഭൂമി ഈ ജനങ്ങളുടെയാണെന്ന് പറയാനായിട്ട് അവർക്ക് ഇപ്പോഴും മനസ്സ് തന്നില്ല. അതൊന്ന് മനസ്സിലാക്ക്. ഈ ജനങ്ങൾ അത് മനസ്സിലാക്കണം. ഇപ്പോഴും അവരുടെ പുറകെ കിടക്കാണ് ഈ ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഭവം. അവരിപ്പോഴും പറയുന്നു ഇത് വക്കഫ് ഭൂമിയാണെന്ന്. കരമടക്കാനുള്ള അനുമതി വന്നിട്ട് പോലുമാണ് ഈ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ഇവിടെയുള്ള LDFന്റെ UDFന്റെ സ്ഥാനാർത്ഥികളോടും BJPയുടെ ഈ ഒരു നിലവിലെ സ്ഥാനാർത്ഥിയോടും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പൊതു അഭിപ്രായം എങ്ങനെയാണ്? ഞാനിപ്പോ പറയാനാണെങ്കിൽ വെച്ചാൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ എടുക്കുക. നല്ല മനുഷ്യനാണ്, എനിക്ക് ഇഷ്ടമുള്ള മനുഷ്യനാണ്, എൻ്റെ ഒരു കൂട്ടുകാരനാണ്, എല്ലാം കൊണ്ടും നല്ല മനുഷ്യനാണ്. പക്ഷെ അവൻ ബോട്ടിപ്പോക്കാരനാണ്. ഞാനും ബോട്ടിപ്പോക്കാരനായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബോട്ടുകളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വരുന്നത് ഈ 10 ദിവസം 12 ദിവസം 5 ദിവസത്തേക്കാണ് വന്നത്. അപ്പൊ ഒരു ഈ പഞ്ചായത്ത് മെമ്പറായി ജയിച്ചു കഴിഞ്ഞാൽ ഈ 12 ദിവസം ബോട്ടിൽ പോയ ആളെ ഈ നമ്മൾ ലക്ഷദ്വീപിലേക്ക് ബോട്ട് എടുത്തു പോകണ ഇവിടുന്ന് ആളിൽ പോയിട്ട് അവരോട് കാര്യം പറയും. ഒന്ന് ആലോചിച്ചു. ഒരാളെ നിർത്താൻ ഒന്ന് ആലോചിക്കണ്ടേ? ആ നാടിന് വേണ്ടിയാണ് ആളെ നിർത്തുന്നത്. അപ്പൊ ആള് ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കൂടി നമ്മൾ ചിന്തിക്കണം. നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ എന്ന് ചിന്തിക്കണം. അപ്പൊ അതങ്ങനെ. ഇനി LDFന്റെ പറയാനാണെങ്കിൽ ഞങ്ങളിവിടെ 400 ചില ദിവസമായി ഈ സമരത്തിരിക്കാൻ പോയിട്ട്. ഇതിന്റെ മുമ്പിൽ കൂടി പുള്ളി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് കടന്നു. ചെറുക്കനാണ്, എനിക്ക് ഇഷ്ടമുള്ളവരാണ്, എൻ്റെ ഈ പെങ്ങക്കട മോളെ കെട്ടിയേക്കണാണ്, എല്ലാം സത്യമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പക്ഷെ അവന് ഈ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാല് എന്റെ അയലന്തരത്ത് ഒരു തീ പിടുത്തം നടന്നു കഴിഞ്ഞപ്പോ ഈ ഞങ്ങൾക്ക് വെള്ളം കോരി വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്റെ അടുത്ത് കൂടെ ഒരാൾ പോയപ്പോ ഞാൻ വെള്ളം എടുക്കുന്ന അയാൾ മൈൻഡ് ചെയ്തില്ല. അയാൾ പോയി. കാരണം അയാൾക്ക് അതിനോടുള്ള ഇതില്ല. അത് കിടത്തണമെന്ന ആ ആൾക്കത് അങ്ങനത്തെ ഒരു മൈൻഡ് അയക്കില്ല. അതാണ് ഈ LDFന്റെ. പിന്നെ കുഞ്ഞുവൻ എൻ്റെ അനിയനാണ്. ഞാൻ വരുമ്പോൾ ഈ സമരം ഉണ്ടായിട്ട് 400 ചില ദിവസം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സമരത്തിന് അവൻ ഇല്ലാണ്ടെന്ന് ഒരു സമരം ഉണ്ടായിട്ടില്ല. അവൻ തന്നെയാണ് എല്ലാ സമരത്തിനും ഞങ്ങളെ വിളിച്ചു കൂട്ടിയേക്കണത്. അപ്പൊ എന്ന് വെച്ചാൽ ആ ജനങ്ങളോടുള്ള അവനാല അവന്റെ ഭൂമി ഇല്ല ഇതിനകത്ത്. ഈ സാധനത്തിനകത്ത് അവന്റെ ഭൂമി ഇല്ല. അവന്റെ ഭൂമി സേഫ്റ്റിയാണ്, ഒരു പ്രശ്നമില്ലാത്ത ഭൂമിയാണ്. അപ്പൊ അവൻ ഈ ആളുടെ ജനങ്ങളെ മുഴുവത്തിനും വിളിച്ചു കൂട്ടി അവനാണ് ഇവിടെ സമരം സംഘടിപ്പിക്കുന്നത്. അപ്പൊ അവന്റെ നമുക്ക് ജനങ്ങളോട് ഈ ബന്ധപ്പെടുന്ന ആളിലാണ് നമുക്ക് ജയിപ്പിച്ച് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. നേട്ടങ്ങളിലുള്ള ആളെ ജയിപ്പിക്കുക, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഇപ്പോ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് BJPക്ക് ഒരു വോട്ട് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്നേ വരെയും ഒരു കൊടി ഉയർത്താത്ത, ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത വാർഡിലാണല്ലോ. അപ്പൊ അത് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടികളുടെ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായിട്ടും BJPക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ? ഒരിക്കലും ഒരു തിരിച്ചടി ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ഉറപ്പ്. അത് ഇത്ര കുറച്ച് ഉറപ്പായിട്ട് പറയാനുള്ള കാരണം എന്താ? ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയല്ലേ, അതിന്റെ ഉറപ്പാണ്. ആ ഉറപ്പാണ് ഞങ്ങൾ ഈ പറയുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ വലിയൊരു മാറ്റം മുനമ്പത്തുണ്ടായിരിക്കുകയാണ് എല്ലാ തരത്തിലും. നിങ്ങൾക്ക് ഇനി കരമടക്കാം. ഈ ഒരു സമയത്ത് പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് പോയ സുരേഷ് ഗോപി ഒഴികെയുള്ള 19 MP മാരും, LDFന്റെ ഒരു MP-യും മറ്റ് 18 കോൺഗ്രസിന്റെ MP-മാരും വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ വഖഫ് ഭേദഗതി ബില്ല് അത് വേണ്ട എന്നുള്ള രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഈ സമയത്ത് അവരോട് എന്താണ് പറയാനുള്ളത്?
ഈ സമയത്ത് പറയാനുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലുള്ള ജനങ്ങളെ മനസ്സിലാക്കണം. വഖഫിന്റെ പുറകെ കടന്നുകൊണ്ട് വഖഫിന് വേണ്ടി എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൈവക്കിടണമെങ്കിൽ ഞങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ എത്രയോ വർഷങ്ങളായി ഇവിടെ ജീവിക്കണം. അവരുടെ കിടപ്പാടുള്ള ആ സ്ഥലം വഖഫിന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കാനല്ല നിങ്ങൾ എല്ലാവരും കൂടി തിരഞ്ഞ് എല്ലാവരും കൂടി നിങ്ങളെ തിരഞ്ഞു വിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്ക് നല്ലൊരു കാര്യം ചെയ്തു തരും, ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരിക നിങ്ങൾ സഹായിക്കുമെന്ന് വിചാരിച്ചാണ് നിങ്ങളെ ഞങ്ങൾ പറഞ്ഞു വിടുന്നത്. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി കൈവക്കിയത് ഇത് വഖഫിന്റെ ഭൂമിയാണ്, അതിനെതിരെ സമരം ചെയ്തതാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മാറി നിൽക്കും. ഇനി വേറൊരു രാജ്യം ഭരിക്കാനായിട്ട് ഇനി പ്രധാനമന്ത്രിയുടെ അതായത് ഇതിന്റെ ഗവൺമെന്റ് വന്നിട്ടുണ്ട്, അവർ ഭരിച്ചോളും. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ നിങ്ങൾ മാറി നിന്ന് മറ്റുള്ളവർ വന്ന് ഭരിച്ച് കാര്യം നടത്തിക്കോളൂ എന്നാണ് പറയാനുള്ളത്. ഇപ്പോഴും ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിക്ക് കരമടക്കാമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം CPM-ന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടല്ലോ. അതിനോട് എന്താണ് പറയാനുള്ളത്? ഇരട്ടത്താപ്പ് മനസ്സിലാക്ക്. ഇതാണ് ഈ വഖഫിന്റെ ഭൂമിയല്ല, ഇത് ഈ വഖഫ് ഭൂമിയല്ലെന്ന് വിരിച്ചിട്ട് അതുവരെയും അവര് തിരിച്ചാണ് പറയണത്. അപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം? എങ്ങനെയെങ്കിലും ഇത് വഖഫിന് കൊടുത്തിട്ട് ഈ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പൊ ഇരട്ടത്താപ്പ് മനസ്സിലാകണില്ല. ഇന്ന് കരവടക്കാന്നും പറഞ്ഞുകൊണ്ട് ഒരു വിധി ഉണ്ടായിട്ട് വരെ അവര് എഴുതി വിടണത് ഇങ്ങനെയാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ മനസ്സിലായില്ലേ, ഈ LDF-ന്റെ UDF-ന്റെ അവർ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അത് എങ്ങനെയെങ്കിലും വഖഫിന് കൊടുത്തിട്ട് അവരുടേതായ കീസ വീർപ്പിക്കണം. ഈ ജനങ്ങളെ എങ്ങനെയായാലും അവർക്ക് കുഴപ്പമില്ല. ഇപ്പോ ഈ ചേട്ടനൊരു ക്രിസ്ത്യാനിയാണല്ലോ, സ്വാഭാവികമായിട്ട് ഇത്തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത? ആർക്കാണ്? അതിനകത്ത് എന്ത് സംശയം? മോദി ഭരിക്കണ ഗവൺമെന്റിന്, അതായത് ഞങ്ങൾ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിനെ BJP-യുടെ സ്ഥാനാർത്ഥിനെ ഇരുത്തിയിട്ടുണ്ട്. അയാളെ എങ്ങനെയാലും ഞങ്ങൾ ജയിപ്പിക്കും. ഈ മുനമ്പത്തുള്ള ക്രൈസ്തവർ പൂർണ്ണമായിട്ടും BJP വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? മുഴുവൻ ആളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു 80% ആളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കിട്ടും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ? കാരണം ഞങ്ങൾ അവിടെ ചെന്ന് ഓരോരുത്തരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നടന്ന സംഭവങ്ങൾ ഇപ്പൊ 2 ഗവൺമെന്റ് ഇവർ കാണിച്ചു കൂട്ടിയത് എന്താണെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഞങ്ങളോട് അവർ നേരിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലായി, എങ്ങനെയായാലും നിങ്ങൾ കുഞ്ഞോനെ ജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. ചേട്ടാ നമസ്കാരം. എന്റെ പേര് യോസി. ഈ മുനമ്പ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ കാലഘട്ടം മുതലേക്ക് തന്നെ ഉണ്ടായിരുന്നാണല്ലോ. ഈ ഒരു സമയത്ത് എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടു? വളരെ സന്തോഷമാണ്. എന്താണെന്നോ, ഈ മാതാവിന്റെ മുമ്പിൽ നിന്നാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ മാതാവിനൊരു സത്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആ വിജയമാണ് ഞങ്ങൾക്ക് ആ കേന്ദ്ര സർക്കാരിന്റെ ആ ബില്ലും ഇപ്പൊ ഈ ഹൈക്കോടതിയുടെ ഈ ഉത്തരവും. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നതാണ്. ചില അമെൻമെന്റുകൾ അതിൽ പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോ ഈ സമയത്ത് കേന്ദ്ര സർക്കാരിനോട് അല്ലെങ്കിൽ മോദിയോട് പറയാനുള്ളത്, ഒരു സാധാരണക്കാരാണെന്നില്ലേ? മോദിയോടെന്ന് പറഞ്ഞാൽ പറയാനായിട്ട് മോദിയാണ് ഇപ്പൊ ഞങ്ങളെ രക്ഷിച്ചേക്കണത്. അല്ല, വേറെ ഈ 2 കൂട്ടക്കാരും ഇത് വഖഫിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ഇടതും വലുതും ഇവരെങ്ങനെയെങ്കിലും ഇവിടുത്തെ ജനങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് ഇത് പിടിച്ചെടുത്തിട്ട് ഇവർക്ക് പല പ്ലാനുകളും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പൊളിച്ച് ഇവിടെ തന്നെ അല്ല, പല വഖഫിന്റെ ഭൂമികളും ഈ കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ട് അവർക്കൊക്കെ നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പോ കേന്ദ്ര സർക്കാരിനോട് നന്ദിയുണ്ടല്ലേ? തീർച്ചയായിട്ടും അവരോട് നന്ദിയുണ്ട്. ഇത് മുനമ്പത്ത് താമര വിരിയുമോ? പിരിയും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ നടന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലും കയറിയിട്ട് ഞങ്ങളോട് നല്ല പ്രതികരണമാണ്. ആ സ്വന്തം മറ്റവരോട് പറയണെന്താണെന്നോ, ഇറങ്ങിപ്പോടാൻ നിൽക്കണ പറഞ്ഞത് ചിലവരോട്. എന്താണെന്നോ, അവർ ചെയ്തു വെച്ചതിന്റെ വിവരം ഈ എതിരി അവരിക്കല്ല തിരിച്ചടി കിട്ടുകയാണ്. ഇപ്പൊ അത് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.